ഇപ്പോൾ എന്താണ് മനുസ്മൃതി എടുത്ത് കത്തിക്കില്ല. ഏത് മനുവിൻ്റെ ഏത് സ്മൃതി? ഒന്നാമത്തേൽ ഹിന്ദു വിശ്വാസം അനുസരിച്ച് ശ്രുതികൾക്കാണ് പ്രധാനം, സ്മൃതികൾക്കല്ല. അത് ടി വിയിലെ സ്മൃതി ആയാലും ബാക്കി ഏത് സ്മൃതി ആയാലും ഞാൻ ഈ പറയുന്ന സ്മൃതികൾക്കല്ല പ്രധാനം, ശ്രുതികൾക്കാണ്. ഇപ്പോൾ ഈ പമ്പയിൽ സംഗമം നടത്തുന്നതിന് എത്ര കോടി രൂപ ചിലവാകും? അപ്പോൾ അവിടെ ഒരു AC ഹാളും ഒക്കെ ഉണ്ടാക്കുന്നതിന് ഇതിൻ്റെ പൈസ മുഴുവൻ ആരാണ് ചിലവാക്കേണ്ടത്? ദേവസ്വം ബോർഡ്. ഈ അധർമ്മത്തെ തോൽപ്പിക്കാൻ ചിലപ്പോൾ ചില സമയങ്ങളിൽ ധർമ്മ പ്രവൃത്തി കൊണ്ട് തൽക്കാലം സാധിക്കണം എന്നില്ല. ഒരു യുദ്ധത്തിലാവുമ്പോൾ അത് പ്രത്യേകിച്ചും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ അവരുപയോഗിക്കുന്ന അതേ മെത്തേഡ് തന്നെ നമ്മളും ഉപയോഗിക്കേണ്ടി വരും. പൃഥ്വിരാജ് ചൗഹാൻ ആദ്യത്തെ യുദ്ധത്തിൽ തന്നെ ഈ ഗോറിയെ കൊന്നുകളഞ്ഞിരുന്നെങ്കിൽ ഇന്ത്യ പിന്നീട് ഇങ്ങനെയാവുന്ന ഒരു സ്ഥിതി ഉണ്ടാകില്ലായിരുന്നു. അപ്പോൾ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കണം. ചരിത്രം പഠിക്കാത്തവൻ ചരിത്രം ആവർത്തിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അത് ഇന്ത്യയിലെ ഹിന്ദുക്കളും കേരളത്തിലെ മതേതര ഹിന്ദുക്കളും പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളും ഒക്കെ. ഇപ്പം സംസ്ഥാന സർക്കാർ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം പറയും സർക്കാരിൻ്റെ പരിപാടി അല്ലെങ്കിൽ പോലും, പക്ഷേ അത് ഒരു ഔദ്യോഗികമായിട്ട് തമിഴ്നാട്ടിൽ പോയി സ്റ്റാലിനെ ക്ഷണിക്കുന്നു. ആഗോള അയ്യപ്പ സേവാ സംഗമമെന്നും പറഞ്ഞ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്ന രീതിയിൽ ഈ ഭക്തരെയെല്ലാം ഒരുമിച്ച് എന്തോ ഞാൻ വലിയ വിശ്വാസിയാണെന്ന് അറിയിപ്പിക്കാനുള്ളൊരു തന്ത്രമാണോ? അങ്ങയുടെ അഭിപ്രായം എന്താണ്? അത് ഒന്നാമത്തേൽ ഇവർക്ക് അയ്യപ്പനിലോ ഏതെങ്കിലും ഹിന്ദു വിശ്വാസങ്ങളിലോ വിശ്വാസം ഇല്ലാത്തവരാണ്, ചുരുങ്ങിയത് പരസ്യമായിട്ടെങ്കിലും. ഇവരിൽ പലർക്കും രഹസ്യമായിട്ട് പല വിശ്വാസങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ഇവരുടെ എല്ലാം പലരുടെയും ഭാര്യമാർ പൂവിടാനും അതുപോലെയുള്ള കർമ്മങ്ങൾക്കൊക്കെ പോകുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇതുപോലെ അയ്യപ്പൻ്റെ മുമ്പിൽ തൊഴാത്ത മന്ത്രി മറ്റുള്ളിടത്ത് പലയിടത്തും പോയി ഹിന്ദു ഇതിൻ്റെ ആൾക്കാരുടെ അടുത്ത് പോയി തൊഴുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അത് പോകട്ടെ, അതിനിപ്പോൾ ഞാൻ എവിഡൻസും ബാക്കിയൊന്നും കൊണ്ടുവരാനായിട്ട് നടക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. ഏതായാലും അങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പോൾ അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് നടത്തുന്നത്, ഒന്ന്, ഈ അയ്യപ്പന്മാർക്ക് വേണ്ടി നടന്ന ആൾക്കാർക്കെതിരെ 10,000-70,000 കേസെടുക്കുകയും, ഇപ്പോൾ എൻ്റെ പേരിൽ തന്നെ 100 കണക്കിന് കേസ് രണ്ടാമത് കള്ളക്കേസെടുത്തായിരുന്നു. എൻ്റെ പേരിൽ തന്നെ 100 കണക്കിന് കള്ളക്കേസെടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും എല്ലാം ചെയ്ത ഒരു ഗവൺമെൻറ്റാണ് ഇവിടെയുള്ളത്. എന്നെക്കാളും വളരെ കഷ്ടമായിട്ട് എത്രയോ പേർക്ക് അടി കിട്ടിയ ജയിലിൽ പോയി എല്ലാ കാര്യങ്ങളും നടന്നു. അത് അവരുടെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നു. ഇപ്പോൾ മാത്രമല്ല, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അതൊരു വലിയ ലാർജർ ബെഞ്ചിന് വിടുകയും ചെയ്തു. അതിനിടയ്ക്ക് പറയുകയും ചെയ്തിട്ടുണ്ട് ഇവിടെയുള്ളത് സ്ഥിതി മറ്റേ പഴയ സ്ഥിതി തുടരണമെന്ന്. അതായത് ഇനി അമ്മണി ഇവരെമാരെയൊന്നും വിളിച്ച് കയറ്റരുതെന്ന്. ഇപ്പോൾ ഈ പമ്പയിൽ സംഗമം നടത്തുന്നതിന് എത്ര കോടി രൂപ ചിലവാകും? അപ്പോൾ അവിടെ ഒരു AC ഹാളും ഒക്കെ ഉണ്ടാക്കുന്നതിന് ഇതിൻ്റെ പൈസ മുഴുവൻ ആരാണ് ചിലവാക്കേണ്ടത്? ദേവസ്വം ബോർഡ്. ഈ ദേവസ്വം ബോർഡിൻ്റെ പൈസ ഉപയോഗിച്ച് രാഷ്ട്രീയമായിട്ട് വിശ്വാസമില്ലാത്ത കുറേ പേരെ കൊണ്ടുവന്ന്, കാരണം വിശ്വാസികളൊന്നും അതിൽ സംബന്ധിക്കാൻ പോകുന്നില്ല, അവർ വർഷത്തിൽ മലയിട്ട് അയ്യപ്പനെ കാണാൻ പോകും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇത് നടത്തുന്നതാണ്. ഇപ്പോൾ ഇലക്ഷൻ വരുന്നതിന് മുമ്പായിട്ട് ഒരു പക്ഷേ ന്യൂനപക്ഷ വോട്ട്, ഒരു പ്രത്യേകിച്ച് ഒരു വിഭാഗത്തിൻ്റെ ന്യൂനപക്ഷ വോട്ട് മറ്റൊരു കൂട്ടരിലേക്ക് തിരിയുന്നു എന്ന് കണ്ടിട്ടുണ്ട്. അതായത് വളരെ കേന്ദ്രീകൃതമായിട്ട് കുറേ ഇവരുടെ കൂടെ നിന്നിരുന്നവർ കൂടി ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഒപ്പം നിൽക്കാനായിട്ട് ഒരു കാര്യം കാണുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ കുറച്ച് ഹിന്ദു വോട്ടുകൾ സംഘടിപ്പിക്കാൻ പറ്റുമെന്നുള്ള മിഥ്യാധാരണയുടെ പേരിലാണ് ഇങ്ങനൊരു കാര്യം നടത്തുന്നത്. ഇത് തികച്ചും തെറ്റാണ്. വാസ്തവത്തിൽ ദേവസ്വത്തിൻ്റെ ഫണ്ടൊന്നും ഇങ്ങനെ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. എനിക്ക് തോന്നുന്നു ആരോ ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച്. ആ പൈസ തിരുപ്പതി പോലുള്ള മഹാക്ഷേത്രങ്ങളിലൊക്കെ ഈ ഭക്തജനങ്ങൾക്ക് സേവനങ്ങൾക്ക് വേണ്ടി അവിടെ സൗകര്യങ്ങളാണ് ഒരുക്കി കൊടുക്കേണ്ടത്. ഈ പൈസ വെറുതെ ചെലവഴിച്ച് കളയാം. അത് മാത്രമല്ല, ഇപ്പം ഈ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ, ഒരു മതവിദ്യാഭ്യാസം ലഭിക്കാത്ത ഏക വിഭാഗം എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ്. ആ ക്ഷേത്രങ്ങളിൽ, എല്ലാ ക്ഷേത്രങ്ങളിലും, ദേവസ്വം ക്ഷേത്രങ്ങളിൽ മാത്രമല്ല എല്ലാ ക്ഷേത്രങ്ങളിലും സനാതനധർമ്മം എന്താണെന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കണം. അപ്പോൾ ഈ പറയുന്ന പണ്ട് കാലത്ത് ഇവർ പറയുന്നില്ലേ, ഇപ്പോൾ എന്താണ് മനുസ്മൃതി എടുത്ത് കത്തിക്കില്ല. ഏത് മനുവിൻ്റെ ഏത് സ്മൃതി? ഒന്നാമത്തേൽ ഹിന്ദു വിശ്വാസം അനുസരിച്ച് ശ്രുതികൾക്കാണ് പ്രധാനം, സ്മൃതികൾക്കല്ല. അത് ടി വിയിലെ സ്മൃതി ആയാലും ബാക്കി ഏത് സ്മൃതി ആയാലും ഞാൻ ഈ പറയുന്ന സ്മൃതികൾക്കല്ല പ്രധാനം, ശ്രുതികൾക്കാണ്. അപ്പം ശ്രുതികളനുസരിച്ച് വരുന്നതിനാണ് നമ്മൾ ആക്ച്വലി ആക്സെപ്റ്റ് ചെയ്യുന്നത് കുറേ. ഇനി അതിൽ തന്നെ പൂജനീയ നമ്മുടെ ചട്ടമ്പി സ്വാമിജികൾ പറഞ്ഞതുപോലെ ഈ പറയുന്ന
ഋഷിപ്രോക്തങ്ങളായിട്ടുള്ള ശ്രുതികളിൽ പോലും പിന്നീട് എന്ത് പറ്റിയിരുന്ന് ദുഷ്ടപണ്ഡിത പ്രഭുക്കൾ ചേർത്ത നിന്ദ്യവസ്തുക്കളുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ഇപ്പോൾ ശബരിമലയെ സംബന്ധിച്ചുള്ള അതിനെന്താ പറയുന്നത്, എൻ്റെ ഒരു ഐ ജസ്റ്റ് ഫോർഗോട്ട് ഇറ്റ്സ് കുഴപ്പമില്ല, അത് പറയുന്നില്ല. അപ്പോൾ അതിൽ പതിത എന്നൊരു വാക്കുണ്ട്. അത് ഒരു കാലഘട്ടത്തിൽ കുറേ നാൾ മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് അതിന് അന്നത്തെ ബ്രാഹ്മണർ കൊടുത്ത വിവരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന എല്ലാ താഴ്ന്ന ജാതിക്കാരും അതിൽ വരും, അവർക്കൊന്നും അവിടെ പോകാൻ പാടില്ല എന്ന് കൂടി എഴുതി വെച്ചിട്ടുണ്ട്. അത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ ദുഷ്ടപണ്ഡിത പ്രഭുക്കൾ ചേർത്ത നിന്ദ്യവസ്തുക്കളാണ്. അതായത് എങ്ങനെയാണ് നിന്ദ്യവസ്തുക്കളെ തിരിച്ചറിയേണ്ടത്? നിന്ദ്യവസ്തുക്കളെ അറിയാനായിട്ട് വളരെ എളുപ്പമാണ്. ഈ ഹിന്ദു വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും പുരാണങ്ങളിലും ഒക്കെയുള്ള അതിനുശേഷമുള്ള അതിനെ തുടർന്നുള്ള എല്ലാ കാര്യങ്ങളിലുമുള്ള നിന്ദ്യവസ്തുക്കളെ തിരിച്ചറിയാനായിട്ടുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് എവിടെ ജന്മം കൊണ്ട് അവന് പ്രാമാണ്യം കിട്ടുന്നുവോ, എവിടെ കർമ്മം കൊണ്ടല്ലാതെ പ്രാമാണ്യം കിട്ടുന്നുവോ അതെല്ലാം നിന്ദ്യവസ്തുക്കളാണ്, അതെല്ലാം തെറ്റാണ്. ഭഗവത്ഗീതയും പറയുന്നത് കർമ്മം കൊണ്ടാണ് ഒരുത്തന് അവൻ്റെ ഇതാകുന്നത്, അല്ലാതെ ജന്മം കൊണ്ടല്ല. അപ്പോൾ അത് നമ്മൾ കാണുക. അപ്പം നമ്മുടെ ഒരു എഴുത്തിൽ ഇപ്പോൾ നമ്മുടെ മനുസ്മൃതിയിൽ അങ്ങനെ എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ മാത്രമല്ല ഹിന്ദു മതത്തിലുള്ളൊരു വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ ഇന്നും തുടരണമെന്ന് യാതൊരു കാര്യമില്ല, ഒരു നിർബന്ധമില്ല. അതായത് ലോകാവസാനം വരെ ഇരിക്കാനുള്ളല്ല. അന്ന് ഋഷിമാർ അവരുടെ തപസ്സനുഷ്ഠിച്ചും അവർ ഈ പ്രപഞ്ചത്തെ വീക്ഷിച്ചും പരിസരത്തെ വീക്ഷിച്ചും അവരുടെ ധ്യാനം ഇരുന്നും കിട്ടിയ അറിവുകൾ പകർന്നു കൊടുത്ത് വന്നതാണ്. അങ്ങനെ പകർന്നു കൊടുത്ത് വരുന്ന കാലത്തൊന്നും നമ്മുടെ അവിടെ ജാതി സമ്പ്രദായമോ മറ്റൊന്നുമില്ലായിരുന്നു. പിന്നെ അതിൽ ഇടയ്ക്ക് കയറി അതിന് സുഖം കിട്ടുന്ന ആൾക്കാർ ഉണ്ടാക്കിയത് ആണ് ഈ പറയുന്ന ജാതി സമ്പ്രദായമെല്ലാം. അത് നിലനിന്നു പോയി. ഇപ്പം സതി എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും ഹിന്ദു മതത്തിലുണ്ടായിരുന്നു, സതിയെ നിർത്തലാക്കി. വാസ്തവത്തിൽ ഹിന്ദു മതത്തിൽ സതി ഉണ്ടായിരുന്നു? ഇല്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കുക, ഇപ്പോൾ ദശരഥന് 3 ഭാര്യമാരുണ്ടായിരുന്നു. ദശരഥൻ മരിച്ചിട്ട് ആദികാവ്യം രാമായണമാണ്. ദശരഥൻ മരിച്ചിട്ട് ഏതെങ്കിലും ഭാര്യ സതി അനുഷ്ഠിച്ചോ? ഇല്ല. അപ്പോൾ അന്ന് തന്നെ സതി ഇല്ലായിരുന്നല്ലോ. ഇത് തന്നെയാണ് മഹാഭാരതത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അന്നൊന്നുമില്ലാത്ത സതിയുടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് സതി നിർത്തലാക്കിയത് വില്യം ബെന്നിക്കാണ്. ഇതൊക്കെ പറഞ്ഞ് അത് ഹിന്ദുവിൻ്റെ അതില്ലാതെ ഇപ്പോഴും സതിയുണ്ട്, സതിയുടെ ആൾക്കാരാണ്. സതി എങ്ങനെയാണ് വന്നത്? സതി വന്നത് വിദേശ ആക്രമണങ്ങൾ വന്ന സമയത്ത് ഗോറിക്കും അതിന് മുന്നുണ്ടായിരുന്ന മുസ്ലിം ആക്രമണത്തിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അവരെല്ലാം സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകാനും ബലാത്സംഗം ചെയ്യാനും എല്ലാം തുടങ്ങി. അപ്പോൾ ആദ്യം എന്താണ് ചെയ്തത്? അവർ ആദ്യം മാരീഡായിട്ടുള്ള സ്ത്രീകളെ ഉപദ്രവിക്കില്ലായിരുന്നു. അങ്ങനെയാണ് ഏർലി മാരേജ് നടപ്പിലായത്. കുട്ടികളുടെ മാരേജ് അപ്പോൾ മാരീഡാണ്, അവർ ഉപദ്രവിക്കില്ലായിരുന്നു. പിന്നീട് വന്നപ്പോഴും അവർ മാരീഡായാലും അല്ലെങ്കിലും സ്ത്രീകളെ മുഴുവൻ തട്ടിക്കൊണ്ടുപോവുകയും റേപ്പ് ചെയ്യുകയും അതുപോലെയുള്ള സംഭവങ്ങൾ ഭർത്താക്കന്മാരെ കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്യും. കൊലപ്പെടുത്തിക്കൊണ്ട് സൈനബയൊക്കെ കൊണ്ടുപോയ പോലെ. അപ്പോൾ ആ രീതിയിൽ വന്ന സമയത്ത് അവർ രക്ഷപ്പെടാൻ വേണ്ടി അഗ്നിയിൽ ചാടി മരിക്കുമായിരുന്നു. അങ്ങനെയാണ് സതി ഒരു ഭാഗമായിട്ട് വളർന്നു വന്നത്. പിന്നെ അവരില്ലാത്ത സമയത്തും അത് വളർന്നുപോയി. ഒരു കാലത്തെ ദുരാചാരം ആശാൻ പറഞ്ഞ സമയത്ത് ഒരു ആചാരമായിട്ട് മാറി. അങ്ങനെയാണ് വന്നത്. അപ്പോൾ എന്തായാലും ഇതൊരു വിശ്വാസികളില്ലാതെ അവിശ്വാസികളുടെ ഒരു തട്ടിപ്പായിട്ട് മാത്രമേ നമുക്കിത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനൊക്കെയാണ് ഉദാഹരിക്കുന്നത്. ഇവിടുത്തെ എന്താണ് പറയുന്നത്, ഒരു കള്ള ഡോക്ടറേറ്റ് എടുത്ത് വെച്ച് കിടക്കുന്ന ഒരു പ്രൊഫസറുണ്ട്. ആ പ്രൊഫസറും ഇതുപോലെയുള്ള ഇപ്പോൾ അധസ്ഥിത വിഭാഗത്തിൽ നിന്ന് പറഞ്ഞ് ഡോക്ടറേറ്റൊക്കെ എടുത്ത് വരുന്ന പലരും ഇതൊന്നും അറിയാതെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ എവിടെയാണ് തെറ്റിയത്, ഹിന്ദുക്കൾക്ക് എവിടെയാണ്, സനാതന ധർമ്മത്തിൻ്റെ ആൾക്കാർക്ക് എവിടെ തെറ്റിയെന്ന് വെച്ചാൽ ഒന്ന് ഇപ്പോൾ നോക്കിക്കോളൂ. മുഹമ്മദ് ഗോറിയനെ പൃഥ്വിരാജ് ചൗഹാൻ 16 തവണ തോൽപ്പിച്ചു. ഈ 16 തവണ തോൽപ്പിച്ചിട്ടും അദ്ദേഹത്തിനെ കൊന്നില്ല, വിട്ടു. 17ാമത്തെ തവണ പൃഥ്വിരാജ് ചൗഹാനെ ഗോറി തോൽപ്പിച്ചു, കണ്ണ് ചൂഴ്ന്നെടുത്ത് കൊന്നു. മനസ്സിലാവുന്നുണ്ടോ? അതാണ് പഠിക്കാൻ വെച്ചിരിക്കുന്നത്. അല്ല അപ്പോൾ അത് പൃഥ്വിരാജ് ചൗഹാൻ എന്ത് ചെയ്തില്ല എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ അവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞായിരുന്നു 2 ഉദാഹരണങ്ങൾ. ഒന്ന് ബാലിവധം, 2 കർണൻ്റെ വധം. മഹാഭാരതത്തിൽ ഒരെണ്ണം രാമായണത്തിലാണ്. എന്തുകൊണ്ട് ശ്രീരാമൻ ഒളിഞ്ഞു നിന്ന് അമ്പ് ചെയ്തു? അതിനുള്ള ആൻസർ എന്താണെന്ന് വെച്ചാൽ ബാലി വളരെ അധർമ്മിയായിരുന്നു. പല കാര്യങ്ങൾ കൊണ്ടും വളരെ അധർമ്മിയായിരുന്നു. പക്ഷേ അയാൾക്കൊരു വരം കിട്ടിയിരുന്നു.
ആളായിട്ട് നേരിട്ട് യുദ്ധം ചെയ്യുന്ന ആൾക്കാരുടെ പകുതി ശക്തി കൂടി ആൾക്ക് കിട്ടുന്നു. അത് ദേവനായാലും മനുഷ്യനായാലും ആരായാലും അത് കിട്ടുമായിരുന്നു. അങ്ങനെയൊരു യുദ്ധത്തിൻ്റെ കാര്യത്തിൽ അധർമ്മിയായിട്ടുള്ള ഒരാളെ തോൽപ്പിക്കുന്നതിന് അധർമ്മത്തിൻ്റെ പാത ഉപയോഗിക്കേണ്ട വന്നാൽ അതിൽ തെറ്റില്ല എന്നുള്ളതാണ്. ഇത് തന്നെയാണ് കർണനെ വധിക്കുന്ന സമയത്തും പറയുന്നത്. കർണൻ എത്ര നാളും അധർമ്മം പ്രവർത്തിച്ച് നടന്നവനാണ്. ഇപ്പം ഈ സമയത്താണ് അയാൾക്ക് ധർമ്മത്തിനെ പറ്റി ബോധം വരുന്നത്. അങ്ങനെയല്ല. അപ്പം അതുകൊണ്ട് അത് നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഈ ധർമ്മമല്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്താലും അവർ ധാർമ്മികത നോക്കണ്ട, അധർമ്മമായിട്ടായാലും അത് ധർമ്മത്തിന് വേണ്ടി പോരാടണം. അതെ, അത് തന്നെയാണ് വേണ്ടത്. കാരണം ഈ അധർമ്മത്തെ തോൽപ്പിക്കാൻ ചിലപ്പോൾ ചില സമയങ്ങളിൽ ധർമ്മ പ്രവൃത്തി കൊണ്ട് തൽക്കാലം സാധിക്കണം എന്നില്ല. ഒരു യുദ്ധത്തിലാവുമ്പോൾ അത് പ്രത്യേകിച്ചും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ അവരുപയോഗിക്കുന്ന അതേ മെത്തേഡ് തന്നെ നമ്മളും ഉപയോഗിക്കേണ്ടി വരും. പൃഥ്വിരാജ് ചൗഹാൻ ആദ്യത്തെ യുദ്ധത്തിൽ തന്നെ ഈ ഗോറിയെ കൊന്നുകളഞ്ഞിരുന്നെങ്കിൽ ഇന്ത്യ പിന്നീട് ഇങ്ങനെയാവുന്ന ഒരു സ്ഥിതി ഉണ്ടാകില്ലായിരുന്നു. അപ്പോൾ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കണം. ചരിത്രം പഠിക്കാത്തവൻ ചരിത്രം ആവർത്തിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അത് ഇന്ത്യയിലെ ഹിന്ദുക്കളും കേരളത്തിലെ മതേതര ഹിന്ദുക്കളും പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളും ഒക്കെ അത് കാസക്കാർ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവർ പഠിക്കണം, അതനുസരിച്ച് ജീവിക്കണം. അപ്പം ഇത്തരത്തിലുള്ള അയ്യപ്പ ഭക്ത സംഗമങ്ങളൊക്കെ ജനങ്ങളിൽ ധാർമ്മികമായിട്ട് മനസ്സിലാക്കട്ടെ. തീർച്ചയായിട്ടും.